സി നമ്മളെ ഓരോ വോയിസ് ഞാൻ അവിടെ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊരു വലിയ ആളൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു 1%, 1 സ്റ്റെപ്പ്, നമ്മളുടെ ഓരോ വോയിസ്, ദാറ്റ് ഈസ് ഇനഫ്. കാരണം 10,000 ആൾക്കാർ കണ്ടിട്ടില്ലോ. കാരണം അവിടെ തന്നെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ മലയാളി സ്റ്റുഡൻസ് ഉണ്ടോ, കുറേ മലയാളി. ഞാൻ വിചാരിച്ചിട്ടില്ല, ജാൻചിച്ചി പറഞ്ഞിട്ട് എനിക്ക് ബാക്ക് സൈഡിൽ ഞാൻ നോക്കി, കുറേ ഒരു ഗ്രൂപ്പായിട്ട്. പിന്നെ രഞ്ജിച്ചിയുടെ കൂടെ പോയിട്ട് സംസാരിച്ച്, പിന്നെ എൻ്റെ കൂടെ സംസാരിച്ച്. അപ്പൊ തന്നെ നമ്മൾ കുറച്ച് എൻകറേജ് ആയി. ഓക്കെ, നമ്മളുടെ ആൾക്കാരും ഉണ്ടോ ഒബ്വിയസ്ലി. കാരണം ഇപ്പൊ നമ്മളെ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെങ്കിൽ ന്യൂസിലെ കാണുന്ന അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറീസ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ കുട്ടികളെ കൊടുക്കുന്ന വീഡിയോസിൽ കാണുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവില്ല ആരെൻ്റെ കുട്ടി ഏതെൻ്റെ കുട്ടി. ഒരു എൻഡ് ഓഫ് ദ മൊമെന്റ് വി ഓൾ ഹാവ് ഫാമിലീസ്. യെസ്, ഞാൻ മാത്രമല്ല, ഞാൻ ഒരു ഫാമിലിയിലെ ഒരു കുട്ടിയാണ്. ഞാൻ അസമിൽ വന്നിട്ട് കേരളത്തിലുണ്ടോ. സോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, ഒരു സ്ഥലത്തിലുണ്ടോ. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു മലയാളീസ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് അതർ സ്റ്റേറ്റ്. ബേസിക്കലി സൗത്ത് ഇന്ത്യൻസ്, ദേ ഹാവ് എഡ്യൂക്കേഷൻ. സോ വിചാരിച്ചു ഓക്കെ പോയിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ബോംബെയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് വാ, നമുക്ക് എവിടെയെക്കുറിച്ച് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ടാണ്. ഞാൻ ഓക്കെ ഞാൻ വരാം, എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടോ, ഞാൻ 2 ദിവസം അവിടെ താമസിച്ചിട്ട് വരാം, കുഴപ്പമില്ല. നമ്മൾ പോയി. പക്ഷെ ബോംബെയിൽ അത്ര ക്രൂവലിറ്റി അല്ല. കാരണം ഓരോ ആള് അപ്പം തന്നെ പറഞ്ഞ ഒരു 50 ഗ്രാം കൊടുക്കില്ല, ഞാൻ എനിക്ക് ജയിലിലേക്ക് കയറ്റാം. And see that Bombay government immediately took the action, suspended. പക്ഷെ ദില്ലിയുടെ പോലീസ് നിങ്ങൾ നോക്കൂ, ഓരോ കുട്ടിക്ക് ഫിസിക്കലി in front of everyone, touching here and there and putting the lathi in the back side. എന്തൊക്കെയാ കണ്ടത് ജന്തർ മന്ദറിൽ? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു വേദന വരും. അടിക്കിന് നോക്കില്ല, ഭക്ഷണം ഇല്ല, ടോയ്ലറ്റ് ക്ലോസ് ആക്കി, പബ്ലിക് ടോയ്ലറ്റ് ക്ലോസ് ചെയ്ത്. ഓക്കെ, ആണെങ്കിൽ പോയിട്ട് എവിടെ മൂത്രം ചെയ്യാൻ പറ്റും, ഓപ്പൺലി ഞാൻ പറയുന്നത് ഇത്, ബിക്കോസ് ദാറ്റ് ഇസ് നാച്ചുറൽ കോൾ. ഒരു പെണ്ണെങ്കിൽ അങ്ങനെ പോയിട്ട് ടോയ്ലറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദേ ക്ലോസ് ഡേ, എല്ലാം സൈഡിലെ ബാരിയറാണ്. ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അടിക്കണേ, സ്വിഗ്ഗി ജൊമാറ്റോ ക്ലോസ് ആക്കി കളഞ്ഞ്, ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ. വാട്ട്സ് ഗോയിങ് ഓൺ ബേസിക്കലി? ആൻഡ് these things are happening, whatever things is, why people are against the BJP, not Congress, because BJP is now current government അല്ലേ. ഇപ്പോൾ ആ സ്ഥലത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ പിടിക്കും, കറക്റ്റ് അല്ലേ? ബിക്കോസ് they have to take that all responsibility. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ സംസാരിച്ചിട്ട് തീരാനൊരു കാര്യമേ ഉണ്ടായി. സംസാരിച്ച് നിൽക്കാവുന്നേ ഉണ്ടായിരുന്നു. ഉണ്ടായി. പക്ഷേ what government has done? Police അല്ല, there is no police inside. All main police or government employees, police are outside. They don't have a badge. They don't have. കണ്ടിരുന്നു ഈ പേരില്ലാത്ത ബാഡ്ജുള്ള ആളുകളെ? ഇല്ല, ആ ഡ്രസ് റെന്റഡ് ഡ്രസ് ആണ്. അങ്ങനെ പോലെ റെന്റഡ് ഡ്രസ് കിട്ടില്ലേ? ഇപ്പൊ തന്നെ നമുക്ക് MG റോഡിലേക്ക് കിട്ടുമോ, 100 പീസ് വേണമെങ്കിൽ 100 പീസ് കിട്ടില്ലേ? ആ റെന്റിലേക്ക് ഇല്ലത്താണ് ഇല്ലത്തെയാണ് ഈ പ്രശ്നം വരുന്നത്. ബാച്ച് ഇല്ല, ഷൂസ്, യൂണിഫോം ഇല്ല. ഇഫ് യു ഡോണ്ട് ഹാവ് യൂണിഫോം, ദെൻ ഹൗ ക്യാൻ യു ബീറ്റ് ദ പേഴ്സൺ? എൻ്റെ ഒരു കാര്യം ചോദിക്കാനുണ്ടോ? ആൻഡ് ടു ദിസ് ഇസ് ഗവൺമെന്റ്. കാരണം എനിക്ക് കുറെ കോൾസ് വന്ന്, നിനക്ക് എന്തായാലും എവിടെ പോയിട്ട് നീ എന്താ പണി കാണിച്ച്, ഹീറോ ആയതിനു വേണ്ടി പോകുന്നു, അത് കാണിച്ചു കൊടുക്കുക. അപ്പം ഓക്കെ കാണിക്ക്. എനിക്ക് പേര് എന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഏതാ സൈറ്റും ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ഭീഷണികളോട് വന്നിരുന്നോ? ബോംബെയിൽ ഉണ്ടാകുന്ന ടൈമില്. So people, because they are now, see, this government is now making everything recorded. Internet shut down, but they're recording. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഗ്ലാസ് ചെയ്തന്നെ, ആ ഗ്ലാസ്സിലെ ക്യാമറ ഉണ്ട്, എവറിഥിങ് സ്കാനിങ്. വൈ? ആൻഡ് നൈറ്റ് മോഡി ഈസ് കമ്മിങ്, ഹലോ ഫ്രണ്ട്സ്. ആരാ ഫ്രണ്ട്? ഫുഡ് ഇല്ല, ഫോർഗെറ്റ് അബൌട്ട് ഫുഡ്. വെള്ളം കൊടുക്കാൻ വേണ്ടി അലൗ ചെയ്യില്ല. ആലോചിക്കൂ, ഒരു ബോട്ടൽ വെള്ളം വേണ്ടി ചോദിച്ചു ഇരിക്കുന്നേ. രഞ്ജിജി പറഞ്ഞ് എനിക്ക് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വേണം. ഞാൻ പോവാം, എനിക്ക് ഞാൻ പോയിട്ട് നോക്കാം. ഫോർ 1 വീക്സ് മെഡിസിൻ നോർമലി ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യും, ഹോട്ടലിലെ പോലെ ഇല്ലതാക്കി. നോട്ട് അലൗഡിങ് ടു പ്രൊവൈഡ് എനി മെഡിസിൻ. തപ്പി ഒരു 10-15 കിലോമീറ്റർ രാത്രി 4 മണിക്ക് ഞാനും ദിയാവും പോയിട്ട് നോക്കി ഇവിടെ ഒരു ഡൽഹി പോലെ ഒരു സ്ഥലത്തിൽ ഒരു മെഡിക്കൽ ഷോപ്പ്. മീൻസ് നിങ്ങൾക്ക് അടിക്കും, നിങ്ങളെ ഒന്നും
അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഡോക്ടേഴ്സ് വന്നേ, ഡോക്ടേഴ്സൊക്കെ അടിക്കുന്നേ. ഹൂ കോൾഡ് യു പീപ്പിൾ? നിങ്ങൾക്ക് ആളെ വിളിച്ച് പറഞ്ഞിട്ട് അടിക്കുന്നേ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ അടിക്കുന്നേ. ആലോചിക്കൂ. ടച്ചിങ് ദിയർ ബോഡി ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്. ദിയാസനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നന്നായിട്ട് പണി. ആലോചിക്കൂ. നമ്മളെ പറഞ്ഞത് എനിക്ക് ചിരി പറഞ്ഞ് ഇതാണ് ഗവൺമെന്റ്, ഇതാണ് ഫ്രീഡം, ഇതാണ് ഫ്രീഡം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതല്ലേ? ബ്രിട്ടീഷിന്റെ കാലത്തിൽ ജീവിക്കുന്ന പോരെ. വെൻ ബ്രിട്ടീഷ് ഓൾസോ വാസ് ദെയർ. ഈ ബ്രിട്ടീഷ് ഉണ്ടാകുന്ന ടൈമിൽ അവർ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിടും സംസാരിക്കാൻ വേണ്ടി. ഇവിടെ സംസാരം ഒന്നും ഇല്ലല്ലോ. നേരത്തെ അടി ഡിഫിനിഷൻ അടിച്ചല്ല. ഈ ലാത്തികളിൽ ആണി വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ആണി വെച്ചിട്ട് അടിക്കുന്നുണ്ടോ? ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് വാട്ടർ ഷൂട്ട് ചെയ്യുന്ന ഇത് എന്താ പറയുക, ഗ്യാസ് ഷൂട്ട് ചെയ്യുന്ന പില്ലറ്റ് ഗൺ. I don't know about. That bullet is not 1,000 pieces. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ. വൺ ഷൂട്ട് ചെയ്തില്ല ചെറിയ ചെറിയ പീസ് ഉള്ളിലേക്ക് പോയി നിങ്ങൾക്ക് സർജറി ചെയ്യുന്ന ഭയങ്കര റിസ്ക് ആണ്. ഹൗ വയലൻസ് ദേ ആർ. പ്രഗ്നന്റ് ലേഡിക്ക് അടിക്കുന്ന ആലോചിക്കൂ. പ്രഗ്നന്റ് ലേഡി വിവാഹമില്ലാത്തായി പോയി. Hats off to Kerala, South Indian police, Kerala police, Tamil Nadu. At least they have that education. This North India, basically Delhi police are bullshit. എനിക്കറിയാം നാളെ മറ്റേ എനിക്ക് ഡൽഹി പോയി ഇടി കിട്ടും. പബ്ലിക് കുറെ അന്ധഭക്തകളും ഉണ്ടല്ലേ മോഡി BJP-ന്റെ. ചിന്തിക്കൂ. പിന്നെ അതിന്റെ കൂടെ കുറെ ആൾക്കാർ സംസാരിക്കില്ല, മിണ്ടായിരിക്കും. ഈ രഞ്ജിനി ഹരിദാസിനൊക്കെ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ രഞ്ജിനിയെ കമന്റ് ബോക്സിൽ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രഞ്ജിനിയെ പറ്റി വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട്. രഞ്ജിനി ഹരിദാസ് ഇതൊക്കെ അറിയുന്നുണ്ടോ? അത് പറഞ്ഞ ആരാ ചേച്ചിക്ക് അറിയാ? പറയുന്ന ആളാരെന്ന് ആളുടെ പേരെ മറന്നു പോയി. മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക എന്നൊക്കെ ഫണ്ടഡ് ആണ്. അയ്യോ ആൾക്കാർക്ക് നല്ല ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, കണക്ഷൻ ഉണ്ടല്ലോ. അയ്യോ എനിക്ക് വേണം. ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണേ. ആരാ പറഞ്ഞേ? ഫണ്ടിന് വൈ വി നീഡ് ഫണ്ട് ഫോർ വാട്ട് റീസൺ? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ കയ്യിലേക്ക് വേണം. ഫണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യകത വേണം. ലൈഫിൻ്റെ ഒരു 2 ദിവസം നമ്മളുടെ ആൾക്കാരുടെ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വന്തം ടിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു ഇതുണ്ടോ? ഇല്ലാത്ത ആൾക്കാർ ട്രെയിനിൽ പോയി 300 കയ്യിലേക്ക് വെച്ചിട്ട് വിതൗട്ട് ടിക്കറ്റ് ട്രെയിനിൽ പോയി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഫണ്ടിങ് ആണ്. നോൺസെൻസ്. ബുദ്ധി ഇല്ലവരാണ് സത്യം പറഞ്ഞ്. ജ്ഞാനബുദ്ധി ഇല്ല, പഠിച്ചതില്ല, കുറച്ച് പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല വീട് റെഡിയാക്കി ഇരിക്കുന്ന ആൾക്കാരെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. വെരി ബാഡ്. യൂത്ത് ജനറേഷൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് നമ്മളുടെ യൂത്താണ്. ഈ ആൾക്കാർ തന്നെ നാളെ മറ്റന്നാൾ നമ്മളുടെ സിസ്റ്റമിൽ ഉണ്ടാവും. ആരോ 100 years ജീവിച്ചിട്ട് ഇപ്പം മോഡി എത്ര വർഷം ഉണ്ടാവും? മാക്സിമം 10 വർഷം. ചട്ട പോവില്ലേ? പിന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ നാളെ മറ്റന്നാൾ ഈ അവസ്ഥയിൽ വരത്തുള്ളൂ.